ആചാര്യ ചാണക്യന്റെ ഈ തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പിന്തുടരുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും തെറ്റുകൾ സംഭവിക്കില്ല. ഒരു തരത്തിലുമുള്ള തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ ചാണക്യന്റെ ഏതൊക്കെ വാക്കുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ? ചാണക്യന്റെ തത്വങ്ങൾ ജ്ഞാനത്തിന്റെ നിധിയായി കണക്കാക്കപ്പെടുന്നു. കാരണം ചാണക്യ തത്വം നമുക്ക് അപാരമായ അറിവ് നൽകുന്നു. ചാണക്യന്റെ ധാർമ്മികതയിൽ അറിവ് നേടുന്ന ഒരാൾ തന്റെ ജീവിതകാലം മുഴുവൻ സന്തോഷവാനാണ്. കണ്ണു തുറപ്പിക്കുന്ന ഈ മനുഷ്യന്റെ അറിവിന്റെ കലവറയിൽ ഇത്തരം നിരവധി വസ്തുതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ലോകത്തെ സത്യത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്നതിനായി ചാണക്യൻ തന്റെ വിലയേറിയ ചിന്തകൾ ഈ ധാർമ്മികതയിൽ ഉൾപ്പെടുത്തി. കുട്ടികളെയും യുവാക്കളെയും സ്ത്രീകളെയും മുതിർന്നവരെയും തന്റെ തത്വത്തിലൂടെ നയിക്കുകയാണ് ചാണക്യൻ. ചാണക്യൻ പോലും പ്രതികൂല സാഹചര്യങ്ങളിൽ തനിക്ക് കിട്ടിയത് കൈവിട്ടില്ല. തന്റെ ജ്ഞാനം, അറിവ് എന്നിവയിൽ ലക്ഷ്യം നേടിയ ഒരാൾ ചാണക്യന്റെ ഈ വാക്കുകൾ ജീവിതത്തിൽ എടുത്താൽ ജീവിതത്തിൽ ഒരിക്കലും തെറ്റുകൾ സംഭവിക്കില്ലെന്നും സാഹചര്യം തനിയെ നിങ്ങൾക്ക് അനുയോജ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ചാണക്യന്റെ ഏത് ചിന്തകളാണ് നമ്മളിൽ സ്വീകരിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വീഡിയോയിലൂടെ ആ കാര്യങ്ങൾ നമ്മൾക്ക് ഒരുമിച്ച് മനസ്സിലാക്കാം. ഒന്നാമതായി, തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. ഭൂതകാലത്തെക്കുറിച്ച് കരയുകയോ വീണ്ടും വീണ്ടും പശ്ചാത്തപിക്കുകയോ ചെയ്യുന്നത് വ്യർത്ഥമാണെന്ന് ചാണക്യൻ പറയുന്നു. മനുഷ്യർ മാത്രമാണ് തെറ്റുകൾ വരുത്തുന്നത്. ഈ തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല. നമ്മുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കണം, അവ ആവർത്തിക്കരുത്. നമ്മുടെ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വർത്തമാനകാലത്തെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കണമെന്നും ഭാവി തന്ത്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ചാണക്യൻ പറയുന്നു. രണ്ടാമതായി, ശത്രുവിനെ ആക്രമിക്കുന്നതിന് മുമ്പ് ഇത് ശ്രദ്ധിക്കുക. ചാണക്യന്റെ അഭിപ്രായത്തിൽ ശത്രുവിനെ ദുർബലനായി കണക്കാക്കുന്നത് തെറ്റുള്ള കാര്യമാണ്. അവനെ പരാജയപ്പെടുത്താൻ അവന്റെ ശക്തിയെക്കുറിച്ച് ശരിയായ ആശയം ഉണ്ടാകേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അവനെ ആക്രമിക്കാനും അവനെതിരെ വിജയിക്കാനും കഴിയൂ. നിങ്ങളുടെ ശത്രുവിനെ ആക്രമിക്കാൻ നിങ്ങൾ തിരക്ക് കൂട്ടുകയാണെങ്കിൽ അത് മോശമായ സ്വാധീനം ചെലുത്തും. ശത്രുവിനെ പരാജയപ്പെടുത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കുക. ഐക്യത്തിൽ വളരെ വലിയ ശക്തിയുണ്ട്. മോശ സമയങ്ങൾ വരുമ്പോൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുക. ഇത് വ്യക്തിയെ ദുർബലമാക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു. മൂന്നാമതായി, ഇത്തരം ആളുകളുമായുള്ള സൗഹൃദം ഏറ്റവും മികച്ചതാണ്. ചാണക്യ തത്വം അനുസരിച്ച് നിങ്ങളുടെ മുൻപിൽ നിങ്ങളെക്കുറിച്ച് നന്നായി സംസാരിക്കുകയും നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് മോശമായി ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുമായി ചങ്ങാതിത്തം കൂടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം യഥാർത്ഥ സുഹൃത്തുക്കൾ ഒരു കാരണവശാലും നിങ്ങളെ മറ്റുള്ളവരുടെ മുൻപിൽ വിടുകയില്ല. നിങ്ങളുടെ പ്രശസ്തിക്ക് കോട്ടം വരുത്തുന്ന ഒന്നും ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്ത് തയ്യാറാകില്ല. അബദ്ധത്തിൽ നിങ്ങളുടെ കൂട്ടുകെട്ട് വിട്ടുപോകുന്നവർ നിരവധിയുണ്ട്. എന്നാൽ നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി അത് തിരുത്തി എപ്പോഴും നിങ്ങളോടൊപ്പം നിൽക്കുന്നവനെ യഥാർത്ഥ സുഹൃത്തെന്ന് വിളിക്കുന്നു. അവനെ ഒരിക്കലും അവഗണിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു. ആചാര്യ ചാണക്യയുടെ അഭിപ്രായത്തിൽ ഈ മേൽ പറഞ്ഞ കാര്യങ്ങൾ നാം നമ്മുടെ ഉള്ളിലേക്ക് എടുത്താൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് തെറ്റ് സംഭവിക്കില്ല. തെറ്റ് ചെയ്തതിനു ശേഷം ക്ഷമ ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളിൽ നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കുന്നതാണ്. കൂടുതൽ അറിവുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.